ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പിസ്താച്ചിയോ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇന്ന് നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ട്രേ തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ട്രേയിൽ കുറച്ച് ബട്ടർ പുരട്ടി കൊടുക്കുകയാണ്. കുറച്ച് മൈദ കൂടി തൂവി കൊടുത്ത് എല്ലാ ഭാഗത്തേക്കൊന്ന് ആക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ ട്രേ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്ററിലേക്ക് ആവശ്യമായിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. ഞാനൊരു കപ്പ് മൈദയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇനി ഇത് നമുക്ക് 1-2 പ്രാവശ്യം നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കണം. ഇത് പിന്നെ 2 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി മറ്റൊരു ബൗളിലോട്ട് 4 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് പൊടിച്ച പഞ്ചസാര 1 കപ്പ് കുറച്ചായിട്ട് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഈ പരുവാകുമ്പോൾ ഇതിലോട്ട് 1/2 ടീസ്പൂൺ പിസ്തയുടെ എസൻസ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ കുറച്ചായിട്ട് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മിക്സ് ഇതിലോട്ട് അല്പമായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വിസ്ക് ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ട്രേയിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാൻ കുക്കറിലാണ് കേക്ക് തയ്യാറാക്കി എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് കുക്കറിൻ്റെ ഉള്ളിൽ കുറച്ച് ഉപ്പ് നിരത്തിയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിൽ റിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഉപ്പിന് പകരം മണലായാലും മതി. ഇതിപ്പോൾ ഞാനൊരു 5 മിനിറ്റ് ചൂടാക്കാൻ വെച്ചതായിരുന്നു. ഇനി നമുക്കിതിലോട്ട് നമ്മുടെ കേക്കിൻ്റെ ട്രേ ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് ആദ്യം ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പിന്നെ ഒരു 40 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. കുക്കറിൻ്റെ വിസിൽ ഊരി വെക്കണം. അപ്പോൾ നമ്മുടെ കേക്ക് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഒരു സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് നമുക്കതിൻ്റെ സെൻറ്ററിലൊന്ന് വേവായിട്ടുണ്ടോയെന്ന് നോക്കാൻ വേണ്ടി കുത്തി നോക്കാം. നല്ലപോലെ ബേക്കായി വന്നിട്ടുണ്ട്. കൂടാതെ നല്ല സോഫ്റ്റിയാണ്. അപ്പോൾ ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കേക്ക് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മിക്സ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പാലിലോട്ട് കുറച്ച് പിസ്തയുടെ എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ കുറച്ച് പഞ്ചസാരയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ക്രീം തയ്യാറാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ക്രീം തയ്യാറാക്കാനുള്ള പാത്രം അതുപോലെ തന്നെ ബ്ലേഡും നല്ലതുപോലെ തണുപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 1 കപ്പ് ക്രീം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്കൊരു പൈപ്പിംഗ് ബാഗ് എടുത്തിട്ട് അതൊരു ഗ്ലാസിൻ്റെ ഉള്ളിലോട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ആ ക്രീം ഒന്ന് അതിൻ്റെ ഉള്ളിലോട്ട് നിറച്ച് കൊടുക്കാം.
ഇനി നമുക്ക് കേക്കിൻ്റെ ബോർഡിൻ്റെ മുകളിലോട്ട് കേക്ക് മൂവ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അടിയിൽ കുറച്ച് ക്രീം ആക്കിയിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് ഫസ്റ്റ് ലെയർ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിൽ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമുക്ക് സെക്കൻഡ് ലെയറും തേർഡ് ലെയറും ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കേക്ക് ഫുള്ളായി ക്രീം വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗനാഷ് തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഞാൻ മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പണി നമുക്ക് ഫ്ലവേഴ്സ് തയ്യാറാക്കി എടുക്കലാണ്. ഞാനിപ്പോൾ ഒരു പൈപ്പിംഗ് ബാഗിലോട്ട് ക്രീം നിറച്ച് വെച്ചിട്ട് ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള ഗനാഷ് ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇത് ചെയ്യുന്ന ടൈമിൽ ഇതിലോട്ട് പിസ്തയുടെ എസെൻസും അതുപോലെ തന്നെ കുറച്ച് പാലും ചേർത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ മിസ്സായി പോയതാണ്. നമുക്കിതിലോട്ട് ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് ഷുഗർ ബോൾസ് ഇട്ട് കൊടുക്കാം. ചെറിയൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഫ്ലവറിൻ്റെ ഒക്കെ മുകളിലായിട്ട് ചെറീസ് വെച്ച് കൊടുക്കാം. അപ്പോൾ അതേ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു 5 മണിക്കൂറെങ്കിലും സെറ്റ് ചെയ്യാൻ വെക്കണം. ഇനി നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നതുവരേക്കും അസ്സലാമു അലൈക്കും.